ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റൂല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പൊ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. നമ്മളെ ഉപ്പമാര് കേട്ടിട്ടില്ലാത്ത, നമ്മളെ മുൻഗാമികൾ കേട്ടിട്ടില്ലാത്ത ഇത്തരം പിഴച്ചവാദങ്ങളുമായി കടന്നു വരുന്ന മൊയ്ലിയേര രൂപത്തിൽ വന്നവരായാലും മൗലവിയുടെ രൂപത്തിൽ വന്നവരായാലും അവര് ദജ്ജാലുകളാണ്, അവര് കദ്ദാബുകളാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്. നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. ഈ പറഞ്ഞ കക്ഷി ഉണ്ടല്ലോ, ഈ പഴച്ചവാദമായിട്ട് വന്ന് വഹാബികളും മൗദൂദികളും ഒക്കെ പണ്ടേ പറയണതാണ്. അവര് പണ്ടേ പറയണതാണല്ലോ അത്. അവരിത് എന്നോ പറയാൻ തുടങ്ങിയതാ. ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റൂല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പൊ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. ഞങ്ങളെ മുത്ത് റസൂലിനെ തൊടാൻ വരരുത്, മിണ്ടിപ്പോകരുത്. പാച്ചത്വനിവാസം പറയാ, എന്തും പറയാന്നുള്ള ധിക്കാരാണോ? പറഞ്ഞോളൂ. ഇന്ത്യ രാജ്യത്തെ പൗരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് പറയാം. പക്ഷേ സുന്നിയുടെ പേരിൽ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യും ഞങ്ങൾ. ഞങ്ങളെ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ, അവരെ മദതിൽ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്. നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ രൂപത്തില് ഇവിടെ ശൈത്താൻ വരെ കടന്നു വരുമെന്ന് ഇന്ന് വരെ മുസ്ലിം ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത വാദഗതികൾ കൊണ്ടുവന്നു. ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റൂല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പൊ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. ഹബീബരായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ കണ്ടാൽ അത് പിശാചാകുമെന്ന് വരെ പറയാൻ ഇയാൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടായില്ല. എന്തേ ഇതിനൊക്കെയുള്ള കാരണം അറിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? തകരാറ് സംഭവിച്ചു പോയത് അതേ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളോടുള്ള ഇദ്ദേഹത്തിന്റെ സമീപന രീതിയിൽ സംഭവിച്ച ഏറ്റവും വലിയ അപകടമാണ്. ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റൂല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പൊ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. ഇവിടെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മുത്ത് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി 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 ഹബീബരായ തങ്ങളെ കാണാൻ ആശിച്ചിരിക്കുമ്പോ അത് കാണുന്നത് പിശാചിനെയാണ് എന്ന വരട്ട് ന്യായവും കൊണ്ടുവന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ ഫസാദാക്കാൻ വന്നാൽ മഹാന്മാരായ മശായിഖന്മാരുടെ അഹിലുകളായ ആൺകുട്ടികളുണ്ട് ഇവിടെ, വിടൂല. നിങ്ങൾക്ക് എന്ത് പച്ച തോന്നിയാസം വിളിച്ചു പറയാൻ നിങ്ങൾ മനസ്സിലാക്കിയത്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്. നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നോക്കുങ്ങൾ സുഹൃത്തുക്കളെ, ഈ വഹാബീസത്തിലേക്ക് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യാനായി ഒരു പുതിയ തന്ത്രം വഹാബികൾ മെനയുന്നുണ്ട്. എന്താണ്? എന്തൊക്കെയോ ചില പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഇത് ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാല് വഹാബി മൗലവിമാര് അവരാ കോലത്തിൽ വന്നിട്ട് പറഞ്ഞപ്പോ അത് ആർക്ക് യേശൂല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. ആയതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഞങ്ങൾക്കുള്ളൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് നിങ്ങളെ വാടകയ്ക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിലെ കുറച്ച് മൊയ്ലിയാക്കന്മാരെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റൂല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പൊ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ട പിന്നെ അത് ശൈത്താനോ? എവിടെന്ന് വന്നു ഈ വാദം? ആര് പഠിപ്പിച്ചു ഈ ആശയം? ഇത് അഹ്ലുസുന്നക്ക് ഈ വാദം പരിചയമില്ല. കൂട്ടുകാരെ, എങ്ങോട്ടാണ് ഈ പോക്ക്? എവിടേക്കാണ് ഈ പോക്ക്? ഇത് തലതിരിഞ്ഞ നയമാണ്. ഇത് അപകടകരമായ നീക്കമാണ് കൂട്ടുകാരെ. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയല നടന്നുകൊണ്ടിരിക്കുന്നു.